പ്രിയപ്പെട്ട യാത്രക്കാരെ, ബേലം ഗുഹയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ചുള്ള പഠനവും ഗുഹയ്ക്കകത്തെ കാഴ്ചകളും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. സഞ്ചാരി ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നോടൊപ്പമുള്ള യാത്രകളിൽ പങ്കുചേരുമല്ലോ. ഈ വീഡിയോ ഗുഹയ്ക്കുള്ളിലെ അവസാന പോയിന്റ് വരെ ഞാൻ പോയതും തുടർന്ന് ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങിയതിനെ കുറിച്ചും എല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിലുള്ള ഗുഹയുടെ അകത്തെ ദൃശ്യങ്ങൾ ആണ് നമ്മൾ കണ്ടത്. ഇനിയുള്ള നമ്മുടെ യാത്ര ഗുഹയുടെ ഏറ്റവും ഇടുങ്ങിയതും ചെളി നിറഞ്ഞതുമായ ഇടനാഴിയിലൂടെ ആണ്. ഞാൻ എൻ്റെ മൊബൈലിൽ പെഡോമീറ്റർ ആപ്പ് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. ദിശ അറിയുവാനുള്ള കോമ്പസ് ഉണ്ട്. കൂടാതെ മെറ്റൽ സാന്നിധ്യം തിരിച്ചറിയുന്നതിനായി മെറ്റൽ ഡിറ്റക്ടർ ആപ്പ് ഉണ്ട്. പാറകളെ തിരിച്ചറിയുന്നതിനായി ഉള്ള ആപ്പ് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. കൂടാതെ സ്പീക്കറിൻ്റെ ഒരു കാന്തവും ഒരു ലൈറ്ററും ടോർച്ചും എൻ്റെ കൈവശം ഉണ്ട്. ഗുഹയ്ക്കുള്ളിൽ ഇന്റർനെറ്റോ മറ്റ് നെറ്റ്വർക്ക് സംവിധാനങ്ങളോ ലഭ്യമല്ല. മൊബൈലിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ആപ്പുകൾ എല്ലാം തന്നെയും ഓഫ്ലൈനിലും വർക്ക് ചെയ്യുന്നതാണ്. ഭൂനിരപ്പിൽ നിന്നും 400 മീറ്ററിൽ അധികം താഴെയാണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. ഓക്സിജൻ സാന്നിധ്യം ഉപകരണം വഴിയല്ലാതെ തന്നെ ലഭ്യമാണ് എന്നുള്ളതാണ് ഈ ഗുഹയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഗുഹയ്ക്കുള്ളിലേക്ക് പ്രകൃതിയാൽ തന്നെയുള്ള ഓക്സിജൻ എങ്ങനെ വന്നു ചേരുന്നു എന്നുള്ളത് പഠന വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. ഗുഹയുടെ ഉൾവശത്തെ സ്ഥലവിസ്തൃതിയുടെ ക്രമീകരണം ഓക്സിജൻ നിലനിർത്തുവാൻ സഹായിക്കുന്നതാണ്. വിസ്താരം കൂടിയ ഏരിയകളും പിന്നെ ഇടുങ്ങിയതും വീണ്ടും വിസ്താരം കൂടിയ ഇടങ്ങളും ആയി അങ്ങനെ ഒരു ക്രമത്തിൽ ആണ് ഗുഹയുടെ ഉൾവശം മൊത്തം. ഏറ്റവും കൂടിയ വിസ്തൃതിയുള്ള ഗുഹാഭാഗത്തിന് ഏകദേശം 60 അടിയോളം വിസ്താരമെങ്കിലും ഉണ്ടാകും. ഗുഹയുടെ ഉള്ളിലേക്ക് കൂടുതൽ പോകും തോറും മുട്ടിലിഴഞ്ഞ് കടക്കേണ്ടതായുള്ള ഭാഗങ്ങളും പാറകളുടെ ഇടയ്ക്ക് ശരീരം ചരിച്ച് തിങ്ങി ഞെരുങ്ങി കടക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളും കിടന്നുകൊണ്ട് കൈമുട്ടിൽ ഇഴഞ്ഞു നീങ്ങേണ്ടതായ ഭാഗങ്ങളും ഉണ്ട്. അതിനാൽ ഗുഹ സന്ദർശിക്കുന്ന സഞ്ചാരികൾ സാഹസിക പ്രവർത്തനങ്ങൾക്കായി മാനസികമായും ശാരീരികമായും തയ്യാർ ആണെങ്കിൽ മാത്രം ഗുഹ മുഴുവനായി സന്ദർശിക്കുവാൻ മെനക്കെടേണ്ടത് ഉള്ളൂ. ഇതിനുള്ളിൽ വെച്ച് എന്തു തന്നെ സംഭവിച്ചാലും പുറം ലോകം അറിയുവാൻ പോകുന്നില്ല. കാരണം ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ പോയവർ തിരിച്ച് പുറത്തിറങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുവാനോ നോക്കുവാനോ ജീവനക്കാർ ആരും തന്നെ ഇല്ല. മാത്രവുമല്ല, ഇരുമ്പിന്റെ ബാരിക്കേഡ് വെച്ച് പ്രവേശനം തടഞ്ഞിട്ടുള്ള ഗുഹാവഴികൾ ഒരിക്കലും ആരും സന്ദർശിക്കുവാൻ ശ്രമിക്കരുത്. അത് വഴികൾ അല്ല എന്ന് ഓർക്കുക. അത് അത്യഗാധമായ കിടങ്ങുകൾ ആണ് ഈ ഗുഹയുടെ ഉള്ളിൽ ഉള്ളത്. അവിടേക്ക് ആരും പ്രവേശിക്കാതിരിക്കുവാനായിട്ടാണ് അവിടെ ഇരുമ്പിന്റെ ബാരിക്കേഡ് വെച്ച് തടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത്. ഭൗമോപരിതലത്തിൽ നീണ്ടുകിടക്കുന്ന വിള്ളലുകൾ ആണ് അവ. ഇത്തരം വിള്ളലുകൾ അഥവാ അകന്നുമാറിയ ഭൗമപാളികൾ ഗുഹയിൽ 8 സ്ഥലങ്ങളിലായി എനിക്ക് കാണുവാൻ സാധിച്ചു. അങ്ങനെ എൻ്റെ കയ്യിലുള്ള ടോർച്ച് തെളിച്ചു നോക്കിയപ്പോൾ ഒരു പരിധി കഴിഞ്ഞ് ഒന്നും തന്നെ ടോർച്ചിൻ്റെ പ്രകാശത്തിൽ എനിക്ക് കാണുവാനായി സാധിച്ചിട്ടില്ല. ഏകദേശം 1-2 കിലോമീറ്ററുകൾ താഴ്ചയിലേക്ക് ഈ വിള്ളലുകൾ ഉണ്ട് എന്ന് ഉറപ്പാണ്. ഈ വിള്ളലുകൾ ആണ് ഗുഹയുടെ രൂപാന്തരീകരണത്തിന് കാരണം ആയിട്ടുള്ളത്. ചെളി നിറഞ്ഞു കിടക്കുന്നതും ഇപ്പോൾ സഞ്ചാരികൾ ചവിട്ടി നടക്കുന്നതുമായ 200 മീറ്റർ ദൈർഘ്യം വരുന്ന ഇടനാഴിയും പണ്ട് വിള്ളൽ വന്നത് തന്നെ ആയിരുന്നിരിക്കണം. കാലക്രമേണ മുകളിലെ പാറകളിൽ നിന്നും മണ്ണ് അടർന്നു വീണ് നികന്നു പോയിട്ടുള്ളതാണ് ഈ ഗ്യാപ്പ്. അതിനാൽ ജലസാന്നിധ്യം എപ്പോഴും മണ്ണിൽ ഉണ്ടായിരിക്കും. സഞ്ചാരികൾ ഇവിടെ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. ഗുഹയിൽ നിന്നും മുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന പാറകളുടെ ഇടയിലും സഞ്ചാരികൾ നടക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം തന്നെയും
ഭൂഗർഭ ജലവും ജലം അടങ്ങിയ മണലും നിറഞ്ഞു നിന്നിരുന്നതായി പാറകളിൻ മേലുള്ള അടയാളങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. ഏകദേശം 25,000 വർഷങ്ങളുടെ പഴക്കം ഈ പാറകൾക്ക് ഉള്ളതായിട്ട് തോന്നുന്നു. ഈ ഗുഹയ്ക്ക് ഉള്ളിലെ ഭൂഗർഭ ജലവും മണലും 10,000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഏതെങ്കിലും ഭൂകമ്പത്തിന്റെ ഫലമായുണ്ടായ ഭൗമോപരിതലത്തിലെ വിള്ളലുകൾ വഴി താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടാകാം. ഗുഹയിൽ ഇരുമ്പിന്റെ ബാരിക്കേഡ് വെച്ച് പ്രവേശനം തടഞ്ഞിട്ടുള്ള ഗുഹാവഴികളിൽ എല്ലാം തന്നെയും അത്യഗാധമായ വിള്ളലുകൾ ഉള്ളതാണ്. ഇതിനകത്ത് ആരും എത്തി നോക്കരുത്. എത്തി നോക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്തെ മണ്ണിടിഞ്ഞു വീണാൽ നേരെ പാതാളത്തിൽ എത്തും. പിന്നെ മരണം അല്ലാതെ മറ്റൊന്നുമില്ല. രക്ഷപ്പെടും എന്ന ചിന്തയേ വേണ്ട. ഈ ഗുഹയിൽ കാണപ്പെടുന്ന പാറകൾ എല്ലാം തന്നെയും അവസാദശിലകളിൽപ്പെട്ടവയാണ്. അടുക്കുകളായുള്ള പാറക്കല്ലുകളും ഗ്രാനൈറ്റിനു സമാനമായ പാളികളും ചുണ്ണാമ്പ് കല്ലുകളും നിറഞ്ഞതാണ് ഗുഹയുടെ ഉൾഭാഗങ്ങൾ. അവസാദശിലകളെ ഇതര ശിലാവിഭാഗങ്ങളിൽ നിന്നും എളുപ്പം തിരിച്ചറിയുന്നത് അവയുടെ ഉത്ഭവത്തെ ആധാരമാക്കിയാണ്. ഭൗമോപരിതലത്തിന് ഏറ്റവും അടുത്തായി സാധാരണ ഊഷ്മാവിലും മർദ്ദത്തിലുമാണ് അവസാദശിലകൾ രൂപം കൊള്ളുന്നത്. എന്നാൽ ആഗ്നേയ ശിലകളാകട്ടെ ഭൂവൽക്കത്തിന്റെ അഗാധതയിൽ നടക്കുന്ന പ്രക്രിയകളുടെ ഫലമായി ഉണ്ടാകുന്നവയാണ്. അവസാദശിലകൾക്കും മറ്റിനം ശിലകൾക്കും ഇടയിൽ ഒരു അതിർത്തി വരെ അതിവ്യാപനം അഥവാ ഓവർലാപ്പിംഗ് സംഭവിച്ചു കാണുന്നു. ഈ ഗുഹയിൽ തന്നെ ആഗ്നേയ ശിലാപടലങ്ങളും പ്രവാഹജലത്താലോ മറ്റോ വഹിക്കപ്പെട്ടിട്ടുണ്ടാകുന്ന അവസാദ ശിലാസ്തരങ്ങളും തമ്മിൽ തിരിച്ചറിയുവാൻ പ്രയാസമുണ്ട്. ഞാൻ മൊബൈലിലെ ആപ്പ് നോക്കിയാണ് പാറകളെ തിരിച്ചറിയുന്നത്. ഒരുപക്ഷെ ഭൂമിയിൽ ഉണ്ടായ വിള്ളലുകൾ വഴി പുറത്തേക്ക് വന്ന ജലപ്രവാഹത്തിലുള്ള ശിലകളും കൂടി ഈ ഗുഹയിൽ കാണപ്പെട്ടേക്കാം എന്നല്ല, ഉണ്ട് എന്ന് തന്നെ തീർച്ചപ്പെടുത്തുവാൻ സാധിക്കുന്ന തെളിവുകൾ ഈ ഗുഹയിൽ നിരവധിയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും സമ്മർദ്ദത്തിനു വിധേയമായി ഞെരുങ്ങിയമർന്ന് കാഠിന്യം വർദ്ധിച്ച അവസാദശിലകളും നേരിയ തോതിൽ മാത്രം രൂപാന്തരം സംഭവിച്ച മറ്റിനം ശിലകളും തമ്മിൽ തിരിച്ചറിയുന്നതിനും പ്രയാസമായിരിക്കും. ഉദാഹരണത്തിന്, ജലത്തിൽ വർഷങ്ങൾക്ക് മുൻപ് മുങ്ങിക്കിടക്കുകയായിരുന്ന ഒരു പാറ ഇപ്പോൾ ജലത്തിൽ അല്ല എന്ന് കരുതുക. അതുപോലെ ഇന്നേ വരെ ജലത്തിൽ മുങ്ങിക്കിടക്കാത്ത മറ്റൊരു പാറയും എടുക്കുക. ഇതിൽ കാഠിന്യം ഉള്ള ചെറിയ ഒരു കല്ല് ഉപയോഗിച്ച് തട്ടിയാൽ വളരെ പണ്ട് ജലത്തിൽ മുങ്ങിക്കിടന്നിരുന്ന പാറയിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദവും ജലത്തിൽ ഇന്നുവരെ മുങ്ങിക്കിടക്കാത്ത പാറയിൽ തട്ടുമ്പോൾ ലഭിക്കുന്ന ശബ്ദവും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. എൻ്റെ പരീക്ഷണ നിഗമനങ്ങളാണ്. 80% ഇത് ശരിയാണ് താനും. ഈ ഗുഹയ്ക്കുള്ളിലും ശബ്ദവ്യത്യാസമുള്ള പാറകൾ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അകം പൊള്ളയായ പാറകളിൽ നിന്നും വരുന്ന ശബ്ദത്തിനും വ്യത്യാസം കാണുവാൻ സാധിക്കുന്നതാണ്. ഭൂവൽക്കത്തിലെ ഉപരിതലത്തോടടുത്തുള്ള ഏകദേശം 10 കിലോമീറ്ററിലെ ശിലാപടലങ്ങളിൽ നിന്നും വെറും 5 കിലോമീറ്റർ താഴെ വരെ മാത്രമേ അവസാദ ശിലകൾ കാണപ്പെടുകയുള്ളൂ. അവസാദ ശിലാകൂട്ടങ്ങളുടെ കനവും വ്യാപ്തവും പലയിടത്തും പലതരത്തിൽ ആയിരിക്കും. ഈ ഗുഹ ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം ഭൗമചരിത്രം പഠിക്കുന്നതിനും ജീവജാലങ്ങളുടെ ഉൽപ്പത്തിയും പരിണാമ ദശകളും മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്നതാണ്. കൽക്കരി, പ്രകൃതിവാതകങ്ങൾ, ഇരുമ്പ്, ചുണ്ണാമ്പ് കല്ല് തുടങ്ങിയ ധാതുക്കളുടെ നിക്ഷേപ സാന്നിധ്യം വളരെയധികം ഈ ഗുഹയ്ക്കകത്ത് ഉണ്ടെന്ന് മൊബൈൽ ആപ്പ് വഴി എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. എൻ്റെ കയ്യിലുള്ള മാഗ്നറ്റ് ഉപയോഗിച്ച് ഞാൻ വിവിധ പാറകളിൽ വെച്ചപ്പോൾ അവ അതിൽ ഒട്ടിപ്പിടിക്കുകയും താഴെ നിന്ന് നിരവധി മണൽത്തരികളും മാഗ്നറ്റിൽ ഒട്ടിപ്പിടിക്കുകയുണ്ടായി. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഈ പാറകളിലും മണൽത്തരികളിലും ഇരുമ്പിൻ്റെ സാന്നിധ്യം വളരെയധികം ഉണ്ട് എന്നുള്ളതാണ്. നിലവിലുള്ള ശിലകളുടെ ശിഥിലീകരണമാണ് അവസാദ ശിലകളുടെ ഉത്ഭവത്തിന് നിദാനം. വെള്ളം, വായു, തുഷാര
തുഷാരം, ജൈവാംശങ്ങളുടെ ക്ഷയം തുടങ്ങിയവ മൂലം ശിലകൾക്ക് അപക്ഷയം സംഭവിക്കുന്നു. തന്മൂലം സൂക്ഷ്മ രൂപത്തിൽ വിഘടിതമാകുന്ന ശിലാംശങ്ങൾ പ്രവാഹജലത്താലോ ഭൂഗർഭജലത്താലോ വഹിച്ചു നീക്കപ്പെടുന്നു. ഈ ശിലാംശങ്ങൾ ഖരരൂപത്തിലുള്ളവ ആയിരിക്കും. ഇത്തരം ശിലാംശങ്ങളും മണലും അടിഞ്ഞുകൂടി കിടന്നിരുന്ന അവസാദ ശിലകളുടെ താഴ്ഭാഗമായിരിക്കണം ഈ ഗുഹ. ഗുഹയുടെ പല ഭാഗത്തും ചുണ്ണാമ്പുകല്ലിൽ അടങ്ങിയിട്ടുള്ള കാൽസൈറ്റിന്റെ സാന്നിധ്യം ഉള്ളതായി എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇതൊരു പക്ഷേ കാൽസ്യം ധാരാളമായുള്ള ആഗ്നേയ ശിലകളിൽ നിന്നും അപക്ഷയ ഫലമായി പുറത്തു വന്ന കാൽസ്യം ബൈകാർബണേറ്റുമായി പരിവർത്തിച്ചുള്ള ദ്രവീകൃത കാൽസൈറ്റുകൾ അടിഞ്ഞുകൂടിയതും ആയിരിക്കാം. ഗുഹയിൽ കാണപ്പെടുന്ന കളിമണ്ണ് സിലിക്കേറ്റ് ധാതുക്കളുടെ അപക്ഷയം മൂലം ഉണ്ടായിട്ടുള്ളതാണെന്ന് തീർച്ചയാണ്. ഗുഹയിലുള്ള ചെളിക്കല്ല്, ഷെയിൽ എന്നിവയിൽ കളിമണ്ണ് അടങ്ങിയിട്ടുണ്ട്. ഗുഹയുടെ ഉള്ളിൽ കാണപ്പെടുന്ന പാറകൾ ഒന്നിലേറെ ധാതുക്കളുടെ മിശ്രിതമാണെന്നാണ് മൊബൈൽ ആപ്പിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇങ്ങനെ പല പരീക്ഷണങ്ങളും നിഗമനങ്ങളും നടത്തി നടന്നു ഞാൻ ചെന്നെത്തിയത് 5ഓളം ഗുഹാമുഖങ്ങൾ വന്നു ചേരുന്ന തുറസായ ഒരു സ്ഥലത്താണ്. 5 ഗുഹാ ഇടനാഴികളിൽ നിന്നും പ്രകാശം വരുന്നതിനാൽ ഞാൻ കരുതിയത് അവയൊക്കെ പുറത്തേക്കുള്ള വഴികൾ ആയിരിക്കും എന്നാണ്. ഞാൻ മൊബൈലിലെ പെഡോമീറ്റർ നോക്കിയപ്പോൾ 2 കിലോമീറ്ററും 680 മീറ്ററും ഗുഹയ്ക്കുള്ളിൽ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. സമയമാകട്ടെ ഉച്ച കഴിഞ്ഞ് 2 മണിയും. ഗുഹയ്ക്കുള്ളിൽ ടിക്കറ്റ് എടുത്ത് ഞാൻ കയറിയത് രാവിലെ 10:50 ഗുഹയുടെ ആകെ നീളം 3.300 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇനി അധികം നടക്കാനില്ല, ഉടനെ പുറത്ത് കടക്കാം എന്നാണ് ഞാൻ കരുതിയത്. ആദ്യം കണ്ട ഗുഹ ഇടനാഴിയിലൂടെ മുന്നോട്ട് നടന്നു തുടങ്ങി. അപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. നമ്മൾ നടക്കും തോറും ഗുഹയ്ക്കുള്ളിലെ പ്രകാശത്തിന്റെ ഉത്ഭവസ്ഥാനം അകന്നകന്ന് പോകുന്നത് ഞാൻ മനസ്സിലാക്കി. ഭൂമിയുടെ മുകളിൽ ഏതോ ഒരു ഹോളിലൂടെ അകത്തേക്ക് പതിക്കുന്ന പ്രകാശരശ്മികൾ ചുണ്ണാമ്പു കല്ലുകളിൽ തട്ടി പ്രതിഫലിക്കുന്നതാണ് ഗുഹയുടെ അകത്ത് വെളിച്ചമായി മാറുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. രണ്ടാമത്തെ ഗുഹാ തുരങ്കത്തിലും പ്രകാശം കാണുന്നുണ്ട്. ഇനി അതാകുമോ പുറത്തേക്കുള്ള വഴി എന്ന് കരുതി അതിലൂടെയും ഞാൻ കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു. അപ്പോൾ അത് പകുതി വഴിയിൽ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഭൂമി താഴോട്ട് പിളർന്ന് പോയിരിക്കുകയാണ്. വീണ്ടും അവിടുന്ന് തിരിച്ചു നടന്നു. അടുത്ത ഗുഹയിലും ഇതേപോലെ ഞാൻ കയറി നടത്തം തുടങ്ങി. പുറത്തേക്കുള്ള വഴി അതിലും കാണുവാൻ സാധിച്ചില്ല. വീണ്ടും ആ ഗുഹാമുഖത്തു നിന്നും ഞാൻ തിരിച്ചു നടന്നു. അന്നേരം എനിക്ക് ബോധ്യപ്പെട്ടു, ബേലം ഗുഹയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തുകൂടെ മാത്രമേ തിരിച്ച് കയറുവാനും സാധിക്കുകയുള്ളൂ. മറ്റു വഴികളൊന്നും തന്നെ ഈ ഗുഹയ്ക്കുള്ളിൽ പുറത്തേക്ക് വരുവാനായിട്ട് ഇല്ല എന്നുള്ള കാര്യം. ഗുഹയ്ക്കുള്ളിൽ കുടുങ്ങി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ നല്ല ടെൻഷനായി. പ്രവേശന കവാടത്തിലെ ഗേറ്റ് വൈകിട്ട് 4:30 അടയ്ക്കുകയും ചെയ്യും. എൻ്റെ മാനസിക നില തകരാറിലായി. വന്ന വഴി ഏതെന്ന് ഓർമ്മയില്ലാത്ത അവസ്ഥയായി. എങ്ങനെ പുറത്തു കടക്കും? ഈ രാത്രി ഇതിനുള്ളിൽ തന്നെ കഴിയേണ്ടി വരുമോ? ഭക്ഷണവുമില്ല കയ്യിൽ, കുടിക്കാനുള്ള വെള്ളമാണെങ്കിൽ അതും കഴിഞ്ഞു. ഞാൻ ആകെ വിയർത്ത് കുളിച്ചു. ഞാൻ പറ്റാവുന്നത്ര ഉറക്കെ ഉച്ചത്തിൽ ഓളിയിട്ട്. ആര് കേൾക്കാൻ? തല കറങ്ങുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ എന്നെ തന്നെ മനസ്സിനെ ബോധ്യപ്പെടുത്തി ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് തിരിച്ച് പുറത്ത് കടക്കുക തന്നെ ചെയ്യുമെന്ന് പലതവണ ഞാൻ എൻ്റെ മനസ്സിൽ സ്വയം ഉരുവിട്ടുകൊണ്ട് ബോധ്യപ്പെടുത്തി ഉറപ്പിച്ചു. കുറച്ചു നേരം ശാന്തമായി അവിടെ കണ്ട പാറയിൽ ഇരുന്നു. 5 മിനിറ്റ് നേരം ഞാൻ ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. സമയം 2:20 തിരിച്ച് നടന്നേ പറ്റൂ, അല്ലെങ്കിൽ 4:30 ആകുമ്പോഴേക്കും അവിടെയുള്ള ഒരു സെക്യൂരിറ്റിക്കാരനുണ്ട്. അയാൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നു. ആര് വരുന്നു ആര് പോകുന്നു എന്നൊന്നും അയാൾക്ക് അറിഞ്ഞുകൂടാ. അയാൾ അതിനെ പറ്റി നോക്കുന്നുമില്ല. അയാൾ ഭക്ഷണം കൊണ്ടുവരുന്നു, അത് കഴിക്കുന്നു, അയാളുടെ സമയമാകുമ്പോൾ ഗേറ്റ് അടച്ചു പോകുന്നു. അപ്പോൾ ആ ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് പുറത്ത് കടന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ രാത്രി ഇതിൻ്റെ ഉള്ളിൽ കഴിയേണ്ടി വരും.
രാത്രി കഴിയാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ ഭക്ഷണമില്ല, ആകെ 2 മൊബൈലും അതിൻ്റെ വെട്ടവും മാത്രമാണ് ഉള്ളൂ, ചാർജറും ഇല്ല, പവർ ബാങ്കും ഇല്ല. അപ്പോൾ ഈ 2 മൊബൈലും ടോർച്ചുമായിട്ട് ഈ രാത്രി ഇതിനുള്ളിൽ കഴിയേണ്ടി വരുമെന്ന് ആലോചിച്ച് എനിക്ക് ആകെ ടെൻഷനായി, വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലായിരുന്നു. പ്രിയപ്പെട്ട സഞ്ചാരികളെ, ബേലം ഗുഹയിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ട കഥ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കാണാം. വളരെ ബുദ്ധിമുട്ടിയാണ് ഇതിലെ വീഡിയോകൾ എടുത്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും തന്നെ സഞ്ചാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നോടൊപ്പമുള്ള യാത്രകളിൽ പങ്കാളികൾ ആകുമല്ലോ. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി.